ഇതൊരു അപകട സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വ്യക്തികൾക്ക് നമ്മളുടെ ഒരു സംസ്കാരവും പാരമ്പര്യവും അനുസരിച്ച് ലഭിക്കുന്ന എല്ലാ നാമങ്ങളും ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ ദൈവനാമങ്ങളുമായി ബന്ധപ്പെട്ടാണ്, അത് ഏത് മതവുമായിട്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു പേരിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് നാളെ മനുഷ്യന് കഥാപാത്രങ്ങൾക്ക് പേരിടാതെ നമ്പർ ഇടേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയേക്കാം. ഏത് പേരിനെയും ഇങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്യാം. ജാനകി എന്ന് പറയുന്നത് 30 കോടി ദേവതകളിൽ ഏതെങ്കിലും ഒന്നിന്റെ പേരാണ് എങ്കിൽ എല്ലാ മതങ്ങളുമായി ബന്ധപ്പെട്ടും ഇതേ അപകട സാധ്യതയാണ് തീർച്ചയായിട്ടും. അപ്പൊ വരാനിരിക്കുന്ന അന്തരീക്ഷത്തിന്റെ ഭീകരത എന്താണ് എന്ന് വിളിച്ചു പറയുന്ന ഏറ്റവും പുതിയ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് വേണം ഇതിനെ കാണേണ്ടത്. ഒരു പേര് വിടാതെ എല്ലാ കഥാപാത്രങ്ങൾക്കും നമ്പർ ഇട്ടിട്ട് സിനിമ ഉണ്ടാക്കേണ്ടി വരുന്ന, കഥകൾ ഉണ്ടാക്കേണ്ടി വരുന്ന, നാടകം ഉണ്ടാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നേരത്തെ ഉദ്യോഗസ്ഥരുടെ മാത്രം ഇടപെടലിൽ ഉദ്യോഗസ്ഥർ മാത്രമാണ് ചില ആളുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രശ്നം കഴിഞ്ഞ വാർത്താ സമയത്ത് പറയുണ്ടായി. അങ്ങനെ മാത്രമേ ഉദ്യോഗസ്ഥർ മാത്രം അല്ല. ഇപ്പൊ ഞാനതുകൊണ്ടല്ലേ വായിച്ചത്, അതോറിറ്റി കമ്പിറ്റന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തമ വിശ്വാസം? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട കമ്മിറ്റി കമ്പിറ്റന്റ് ആണെന്നുള്ളതാണ്. അവരുടെയാണല്ലോ തീരുമാനം. ഇതിനകത്തുനിന്ന് ഈ ഒരു കമ്മിറ്റിയിലേക്ക് പെട്ടെന്ന് ഇങ്ങനെയൊരു നിർദ്ദേശം ഒരു സിനിമയുടെ പേരിനെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിന്നോ ഒരു അധികാര കേന്ദ്രത്തിൽ നിന്നോ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അത് യുക്തിരാഹിത്യമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവരെന്താ പറയുന്നത്? മുമ്പ് ഞങ്ങൾ ഇങ്ങനെ സമാന സാഹചര്യങ്ങളിൽ ഇതേ നിർദ്ദേശം കൊടുത്തു, അത് പാലിക്കപ്പെട്ടു. അതുകൊണ്ട് ഇതും അങ്ങനെ തന്നെ പോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കൂ. കോടതി പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇതൊരു തരം കൈകഴുകൽ കൂടിയാണ്. എന്താണ്, ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാൻ വയ്യ, അത് കോടതിയിലേക്ക് വിടുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇത് ആദ്യത്തെ സംഭവമാണെന്നുള്ള രീതിയിലല്ല ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇത്രത്തോളം എന്താ പറയുക, നൈവായിട്ടുള്ള യുക്തിരാഹിത്യം ഇതിനകത്ത് ഉണ്ടല്ലോ എന്നുള്ളതാണ് ഞങ്ങളെ ഞെട്ടിക്കുന്നത്. നമുക്കറിയാം, മീശ എന്ന നോവലുമായി ബന്ധപ്പെട്ട പ്രശ്നം നമുക്കറിയാം. സേറ്റാനിക് വേഴ്സസ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സാഹചര്യം നമുക്കറിയാം. ഹിസ കുർസിക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. നമുക്കിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ഇവിടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. നമ്മുടെ മലയാള സാഹിത്യം കണ്ട എക്കാലത്തെയും ഏറ്റവും മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ് എന്നുള്ളതിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയമില്ല. അദ്ദേഹത്തിന് ഭഗവത്ഗീതയും കുറേ മുലകളും എന്ന പുസ്തകം ഇന്ന് എഴുതാൻ സാധിക്കുമോ? ഇതാണ് മുമ്പോട്ട് വരുന്ന ചോദ്യം. ആ കൃതി ഒരു സിനിമയായാൽ എന്ത് ടൈറ്റിൽ നമ്മളിടും? ഇത് ഞാൻ ഒരു മതത്തെ ബന്ധപ്പെടുത്തി പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സേറ്റാനിക് വേഴ്സിൻ്റെയും ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റിൻ്റെയും ഒക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രെയിം വർക്കുകളെ, ചട്ടക്കൂടുകളെ ചോദ്യം ചെയ്യുമ്പോഴാണ് കലയുണ്ടാവുന്നത്. ചട്ടക്കൂടിനകത്ത് മാത്രം നിന്നുകൊണ്ടുണ്ടാവുന്നത് ഒരിക്കലും കലയാവില്ല. പാവയോ ഇവൾ എന്ന് തിരിഞ്ഞു നിന്ന് രാമനോട് ചോദിച്ചപ്പോഴാണ് ചിന്താവിഷ്ടയായ സീതയുണ്ടായത്. ഭുജശാഖ വിട്ടുയരുന്നു ഞാൻ എന്നാണ് പറയുന്നത്. എനിക്കിനി അത് വേണ്ട, ഞാൻ സ്വതന്ത്രമായ ആകാശത്തിലേക്ക് പറക്കുന്നു എന്നാണ് ആശാന്റെ സീത പറഞ്ഞത്. ആ സീത ഇന്നും നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സീതയെ നിശബ്ദമാക്കാനാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. അതിന് അങ്ങനെ നിശബ്ദയാക്കപ്പെടേണ്ടവളല്ല സീത എന്നുള്ളതാണ് ഞങ്ങൾക്ക് തരാനുള്ള ഉത്തരം.